ഞാൻ ദാസൻ, എൻ്റെ വീട് കാവന്നൂരാണ്. ഞാൻ തേങ്ങ കെട്ടുന്ന പണിയാണ് എനിക്ക്. അങ്ങനെ ഞാൻ തെങ്ങുമെന്ന് വീണ് എൻ്റെ അവിടെ സുഹൃത്തുക്കളൊക്കെ പാടെ മഞ്ചേരി മോമ ഡോക്ടറെ കാണിച്ച്, മോമ ഡോക്ടറാണ് ഇവിടെ അൽസിഫ് ഹോസ്പിറ്റലിൽ പറഞ്ഞു തന്നത്. ഇവിടെ ബെറ്ററായ ഡോക്ടറുണ്ട്, വീരാൻകുട്ടി സാറുണ്ട്, അത് കാണിച്ചാൽ മതി പറഞ്ഞ്. അങ്ങനെ വീരാൻകുട്ടി സാറാണ് എന്നെ സർജറി ചെയ്തത്. സർജറി ചെയ്ത് പിന്നെ ഒരു ആഴ്ച ഇവിടെ നിന്ന് പിന്നെ വീട്ടിൽ പോയി. പിന്നെ കാലിന് ചെറിയൊരിളക്കം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഇവിടെ വീരാൻകുട്ടി സാറ് പറഞ്ഞു ഇവിടെ തെറാപ്പി ചെയ്യണം എന്ന് പറഞ്ഞാണ്ട് സൈൻ ഡോക്ടറെ ഏൽപ്പിച്ച്. അങ്ങനെ സൈൻ ഡോക്ടറും അതുപോലെ തന്നെ വീരാൻകുട്ടി സാറ് മുൻകൈ എടുത്തുകൊണ്ടാണ് എനിക്കിവിടെ ഇത്രയും നല്ലൊരു ചികിത്സ കിട്ടിയത്. പിന്നെ കൂടുതലും സാറ് തന്നെയാണ് ഇതിന് മുൻകൈ എടുത്തത്. അതുകൊണ്ട് ഇപ്പം ഞാൻ വന്നത് സ്ട്രെച്ചറിലായിരുന്നു. ഇവിടെ വന്ന് സാറ് കണ്ട്, സാറ് എന്നെ ഇവിടെ സൈൻ ഡോക്ടറെ കാണിച്ച് അവിടെ ഒരു തെറാപ്പിസ്റ്റായിട്ട് സെഫിക് ഡോക്ടർ ഉണ്ടായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു മാസം ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ വീണ്ടും തെറാപ്പി ചെയ്ത് ഇപ്പം ഞാൻ നടന്നാണ് ഇങ്ങോട്ട് വന്നത്. നട്ടലിന് ക്ഷതം സംഭവിച്ച രോഗികൾ, അതായത് സ്പൈനൽ കോഡ് ഇഞ്ചുറി സംഭവിച്ച രോഗികൾ, ഇവർക്ക് പലപ്പോഴും നമ്മളൊരു സർജറി കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പറഞ്ഞയച്ച് ഇനിയൊരു ഫിസിയോതെറാപ്പിയാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ള രീതിയിലാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരം രോഗികൾക്ക് അവരുടെ ചലനാത്മകത മാത്രമാണ് അവരുടെ പ്രശ്നം അല്ല, അവർക്ക് അവരുടെ മെഡിക്കൽ ആവശ്യങ്ങളുണ്ടാവും. കാരണം ഇത്തരം രോഗികളിൽ BP വ്യതിയാനങ്ങളുണ്ടാവാം, ഹാർട്ട് റേറ്റിലെ വ്യതിയാനങ്ങളുണ്ടാവാം, അതുപോലെ തന്നെ മലമൂത്ര വിസർജനത്തിന് ബുദ്ധിമുട്ടുണ്ടാവാം, സ്വന്തമായിട്ട് മൂത്രം ഒഴിക്കാൻ പറ്റാത്ത അവസ്ഥ, സ്വന്തമായിട്ട് മലം പോവാത്ത അവസ്ഥ, അതുപോലെ തന്നെ വലിയൊരു ട്രോമ, വലിയൊരു ഇഞ്ചുറി സംഭവിച്ച രോഗികളായതുകൊണ്ട് അവർക്ക് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾ സംഭവിക്കാം. അവർക്ക് ഡിപ്രഷൻ പോലെയുള്ള അവസ്ഥകൾ അവരെ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതെല്ലാം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അവരുടെ ഫിസിയോതെറാപ്പിയിലൂടെ അവരുടെ ചലനാത്മകത അഡ്രസ്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഈ കേസിൽ, നമ്മുടെ ദാസൻ്റെ കേസിൽ, നമ്മൾ സർജറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ റീഹാബിലിറ്റേഷൻ ടീം അവരെ ഇവാലുവേറ്റ് ചെയ്ത് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷനിലേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ദാസൻ ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അഡ്മിറ്റ് ആവുമായിരുന്നു. അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ ഇത്തരം മെഡിക്കൽ ആവശ്യങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ ഒരു റിക്കവറി ദാസനുണ്ടായത്. അപ്പോൾ ഇത്തരത്തിലുള്ള രോഗികളെ അവരുടെ എല്ലാ ആവശ്യങ്ങളും അവരുടെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ട് ഓരോ കാര്യങ്ങളെയും അഡ്രസ്സ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് റീഹാബിലിറ്റേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.